ഹൃദയം മാറ്റത്തിൻ മഴ വരവേൽക്കുന്നു. നെറികേടിൻ പകൽ മായുന്നു, അണയുന്നു പൂക്കാലം. നേരിന്റെ കൊടിയുയരുമ്പോൾ അഴകേറും മൂവർണം. ഉണർത്തു പാട്ടിൻ ഈണവുമായി വരുന്നിതായി കാന്തപുരം. വിശുദ്ധ സൗഹൃദ ദൗത്യവുമായി വിടർന്നിടുന്നു ശാന്തസ്വരം. ഈ മധുമഴയിൽ പൂത്തുണരും സ്നേഹത്തളിരിലകൾ, ഈ പൂന്തണലിൽ കുളിരണിയും പാവം. മാനുഷികമായ ബന്ധങ്ങളിൽ നിന്നകന്നു മൃഗത്തെ പോലും ലജ്ജിപ്പിക്കുന്ന വേണ്ടാത്തരങ്ങളിലേക്ക് മനുഷ്യൻ അറിഞ്ഞോ അറിയാതെയോ വെഴുതി വീണുകൊണ്ടിരിക്കുന്ന ഈ മോശമായ കാലാവസ്ഥയിൽ, ഈ അവസ്ഥയിൽ നിന്ന് മോചനമുണ്ടാകണമെന്ന മഹത്തായ ലക്ഷ്യത്തോടെ മാനവികത എന്ന മഹത്തായ ആശയത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകണം. ഇവിടെ കേരളയാത്ര ഉന്നയിക്കുന്ന മാനവികതയെ ഉണർത്തുന്നു എന്ന സന്ദേശത്തിൻ്റെ ഒരു ചരിത്ര പ്രാധാന്യത്തെക്കുറിച്ചാണ് ഞാൻ കൂടുതലും ഊന്നാൻ ശ്രമിക്കുന്നത്. നമുക്കറിയാം, ഇവിടെ കേരളം മാറിയതിനെക്കുറിച്ചും കേരളത്തിൻ്റെ സമകാലികമായ പുരോഗമന വികസിത മുഖത്തെക്കുറിച്ചും ഒക്കെ പരാമർശിക്കപ്പെട്ടു. പക്ഷെ കേരളം അങ്ങനെയൊരു മാറ്റത്തിന് വിധേയമായത് മാനവികതയെ ഉണർത്തിക്കൊണ്ട് നടന്ന ഒരുപാട് നവോത്ഥാന സംരംഭങ്ങളിൽ കൂടെയാണ്. പക്ഷേ ഇവിടെ പറഞ്ഞതുപോലെ മനുഷ്യനെപ്പോഴും മനുഷ്യനെ കാണുന്നതിന് പകരം, മനുഷ്യൻ എന്ന നിലയിൽ ആദ്യം കാണുന്നതിന് പകരം, മനുഷ്യൻ ഉണ്ടായതിന് ശേഷം അവന്റെ പ്രത്യേക ദേശത്തിനും ഭാഷയ്ക്കും സംസ്കാരത്തിനും പാരമ്പര്യത്തിനും ശീലത്തിനും അനുശാസനങ്ങൾക്കും ഒക്കെ അനുസരിച്ച് അവന്റെ രൂപപ്പെടുത്തിയ ചിട്ടകളുടെയും ചട്ടങ്ങളുടെയും ഒക്കെ വെളിച്ചത്തിൽ മനുഷ്യനെ കാണാനാണ് ശ്രമിക്കുന്നത്. ഈ വിഭാഗീയ ബുദ്ധി കൊണ്ട് ജാതി തിരിഞ്ഞും മതം തിരിഞ്ഞും ഒക്കെയാണ് നവോത്ഥാനവും വായിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ കാര്യമല്ല എന്ന് പറഞ്ഞ് മറ്റുള്ളവർക്ക് അകന്നു മാറി നിൽക്കാൻ പ്രേരണയുണ്ടാക്കിയ മാനവികതയെ ഉണർത്തുന്നു എന്ന മഹാസന്ദേശത്തിന് വീണ്ടും ഒരു പുനരുജ്ജീവനം നൽകപ്പെടുന്നു എന്നതാണ് കേരളയാത്രയുടെ പ്രാധാന്യം. മാനവ സ്നേഹം പാടി വരുന്നൊരു കേരളയാത്ര ഇതാ. മോഹനമായൊരു ഭാവിക്കായി കോർത്ത കരങ്ങളിതാ. മാനവ സ്നേഹം പാടി വരുന്നൊരു കേരളയാത്ര ഇതാ. മോഹനമായൊരു ഭാവിക്കായി കോർത്ത കരങ്ങളിതാ. കാന്തപുരത്തിൻ സംഘബലത്തിൻ പുതിയ ചരിത്രമിതാ. കാലത്തിൻ വഴിവക്കിലുയർത്തിയ ധീരപതാക ഇതാ. മാനവ സ്നേഹം പാടി വരുന്നൊരു കേരളയാത്ര ഇതാ. മോഹനമായൊരു ഭാവിക്കായി കോർത്ത കരങ്ങളിതാ. ഇരുട്ടുമാറി സൗഹാർദ്ദത്തിൻ വെട്ടമുദിക്കട്ടെ. വിശുദ്ധ ജീവിത വീതിയിൽ ഉജ്ജ്വലഗാഥ പരക്കട്ടെ. ഇരുട്ടുമാറി സൗഹാർദ്ദത്തിൻ വെട്ടമുദിക്കട്ടെ. വിശുദ്ധ ജീവിത വീതിയിൽ ഉജ്ജ്വലഗാഥ പരക്കട്ടെ. ക്രൂരത മാറി മനസ്സു നിറയെ പുഞ്ചിരി വിരിയട്ടെ. കേരള മണ്ണിൽ കാലുഷ്യത്തിൻ കനലുകൾ അണയട്ടെ. തീർച്ചയായും നമ്മുടെ നാടിൻ്റെ ഒരു പുതിയ സാമൂഹ്യബോധം വളർത്തിയെടുക്കാൻ തീർച്ചയായും ഈ സംരംഭം കൊണ്ട് സാധിക്കും. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു 10-40 വർഷക്കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിനുള്ളിൽ
ഇതൊരു പുതിയ അനുഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത്തരമൊരു സംരംഭം ഇതുപോലെ ഒരു രീതിയിൽ എല്ലാ ജനങ്ങളുടെയും സാഹോദര്യത്തിനു വേണ്ടിയും ശാന്തിക്കും സമാധാനത്തിനും വേണ്ടിയിട്ടുള്ള ഒരു മഹത്തായ സംരംഭം ആരംഭിച്ചത് തന്നെ യഥാവസരത്തിലാണ്. ഇത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളൊരു കാര്യമായിട്ട് ഞാൻ കാണുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് ലോകം അസമാധാനത്തിലാണ്. ലോകം ഇന്ന് പലതരത്തിലുള്ള ഭീകരപ്രവർത്തനങ്ങളും അക്രമങ്ങളുമാണ്. ഇതിൻ്റെയൊക്കെ പിന്നിൽ സാമ്രാജ്യത്വ ശക്തികളാണ്. ലോകത്തിൽ സമാധാനം തകർന്നുകൊണ്ടിരിക്കുകയാണ്. യുദ്ധത്തിൻ്റെ ആപത്ത് നിലനിൽക്കുകയാണ്. ലോകത്തിൽ പലതരത്തിലുമുള്ള ഭീകരപ്രവർത്തനങ്ങളും ആക്രമണങ്ങളും സംഘടിപ്പിക്കുകയാണ് സാമ്രാജ്യത്വം അവരുടെ നിലനിൽപ്പിന് വേണ്ടി ലോകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന അട്ടിമറികളും ഭീകരപ്രവർത്തനങ്ങളും ജനങ്ങൾ കാണേണ്ടതുണ്ട്. നമ്മൾ ലോകത്തിൻ്റെ മുമ്പിൽ സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള സന്ദേശം ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഉയർത്തിക്കൊണ്ടുവന്ന രാഷ്ട്രം ഇന്ത്യയായിരുന്നു. ഇന്നും സാമ്രാജ്യത്വത്തിനെതിരായി സമാധാനത്തിനും സാഹോദര്യത്തിനും വേണ്ടി ലോകത്തെമ്പാടുമുള്ള സമാധാന പ്രേമികൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ കേരള മനസ്സുകളെ തട്ടിയുണർത്തി ജ്ഞാനത്തിൻ്റെ, അറിവിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഒരു മഹത്തായ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇവിടെ നടക്കുന്ന ഈ മഹാപ്രസ്ഥാനം, ഇതിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ വിജയകരമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. സുന്നി പ്രസ്ഥാനം ഞാൻ കുറേ കൂടി മനസ്സിലാക്കിയിട്ടുള്ളത്, നല്ല നിലയിൽ തന്നെ കുട്ടികളെ വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കാൻ, അശരണരെ സംരക്ഷിക്കാൻ, പാവപ്പെട്ട മനുഷ്യർക്ക് ആഹാരം കൊടുക്കാൻ, അവർക്ക് സംരക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള മഹത്തരമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ സുന്നി പ്രസ്ഥാനം രാജ്യ നന്മയ്ക്ക് വേണ്ടി ചിന്തിച്ച് പ്രവർത്തിക്കുമ്പോൾ ഞങ്ങളെപ്പോലെ എല്ലാ മതവിഭാഗത്തിലും പെട്ടിരിക്കുന്ന ജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയം, മതനിരപേക്ഷതയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇത്തരം പ്രവർത്തനങ്ങളുമായി സഹകരിക്കുക എന്നുള്ളത് ഈ കാലഘട്ടത്തിൻ്റെ രാഷ്ട്രീയ സവിശേഷതയായി ഞാൻ കാണുന്നു. ഉസ്താദ് എന്ന് ആദ്യം ആ വാക്ക് കേട്ടാൽ അത് നമ്മളെല്ലാവരും തിരിച്ചറിയുന്നത് സുന്നി പ്രസ്ഥാനത്തിൻ്റെ അനിഷേധ്യനായ നേതാവ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അവർകൾ എന്നാണ്. ആ ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ കാസർഗോഡ് നിന്ന് ആരംഭിച്ച കേരള യാത്ര ഏറ്റവും മഹിതമായ ഒരു മുദ്രാവാക്യം. ഇവിടെ കൂടിയിരിക്കുന്ന ഈ നൂറുകണക്കിന് ആയിരക്കണക്കിന് സഹോദരങ്ങളെപ്പോലെ തന്നെ ഈ പരിപാടി വീക്ഷിക്കുന്ന, ഈ പരിപാടിക്ക് മനസ്സുകൊണ്ട് ആശംസകൾ അർപ്പിക്കുന്ന ലക്ഷക്കണക്കിന് സഹോദരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അവരുടെ എല്ലാം മനസ്സിൻ്റെ നൊമ്പരങ്ങളെ ഒപ്പിയെടുക്കാൻ സാധിക്കുന്ന, ഈ കാലത്തിൻ്റെയും ലോകത്തിൻ്റെയും വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളെ, കാലുഷ്യം നിറഞ്ഞ ഇന്നത്തെ സാമൂഹിക സാഹചര്യത്തിൽ അതിൽ നിന്നും മോചനം പ്രാപിക്കാൻ കഴിയാതെ ദുഃഖിക്കുന്ന, പ്രയാസപ്പെടുന്ന, പ്രതിഷേധത്തിൻ്റെ മനസ്സുമായി എവിടെയാണ് പ്രതികരിക്കേണ്ടത്, എവിടെയാണ് ആശ്വാസം കിട്ടേണ്ടത് എന്ന് അറിയാതെ നട്ടം തിരിയുന്ന എല്ലാ വിഭാഗം ആളുകൾക്കും ഒരു സാന്ത്വനമാണ് മാനവികതയെ ഉണർത്തുന്ന കാന്തപുരത്തിൻ്റെ ഈ കേരള യാത്ര എന്ന് മനസ്സുകൊണ്ട് ഞാൻ പറയട്ടെ. കാരണം ഇന്ന് നമ്മുടെ നാട്ടിൽ, നമ്മുടെ ചുറ്റുപാടിൽ, ഒരുപക്ഷെ നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ അയൽവക്കത്ത്, നമ്മൾ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ, പണിശാലകളിൽ എന്നു വേണ്ട ഓരോ ദിവസം പിന്നിടുമ്പോഴും നാം കണ്ടും കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഒരിക്കലും നമുക്കിഷ്ടപ്പെടാത്ത വാർത്തകളാണ്, നമ്മൾ ആഗ്രഹിക്കാത്ത വാർത്തകളാണ്. അത്തരം സാഹചര്യങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു പ്രവർത്തനം, അത് എൻ്റെയും നിങ്ങളുടെയും മനസ്സിൽ നിന്നും ഉണരേണ്ടതാണ്. ആ പ്രവർത്തനം, ആ മനസ്സിനെ തൊട്ടുണർത്തുക, ആ മാനവികതയെ തൊട്ടുണർത്തുക എന്നുള്ളതാണ് അനിഷേധ്യനായ സൂഫി പ്രസ്ഥാനത്തിൻ്റെ നേതാവ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ കാസർഗോഡ് നിന്ന് ആരംഭിച്ച ഈ കേരള യാത്ര എന്ന് തീർച്ചയായിട്ടും പറയുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് എല്ലാത്തിൻ്റെയും വില ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ്റെ വില ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ്റെ എന്നത്? എന്തുകൊണ്ടാണ് മനുഷ്യൻ മനുഷ്യനെതിരെ പടപൊരുതുന്നത്? അതിൽ
പ്രധാന കാരണമായി ഒരു മത പുരോഗതി എന്ന നിലയ്ക്ക് എനിക്ക് പറയാനായിട്ട് സാധിക്കും, നമുക്ക് ദൈവത്തെങ്കിലേക്ക് പോകാനുള്ള അകലം വളരെ കുറവാണ്. ദൈവവിശ്വാസം നമ്മളിൽ നിന്ന് പൂർണ്ണമായി അറ്റുപോകുമ്പോഴാണ് മനുഷ്യനെ മനുഷ്യനായി കാണാൻ നമുക്ക് കഴിയാതെ വരുന്നത്. രണ്ടാമതായി ഞാൻ കാണുന്നത്, ഈ മനുഷ്യത്വം നഷ്ടപ്പെടാൻ, ഈ മാനവികതയെ ഉണർത്തുന്നതിന് വേണ്ടി നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്, നമ്മുടെ തൊട്ടടുത്തുള്ള ഏത് മതത്തിൽപ്പെട്ട വ്യക്തികളായിക്കൊള്ളട്ടെ, അവനെ മനുഷ്യനായി കാണുക. അവനെ മനുഷ്യനായി കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ മാനുഷികത അല്ലെങ്കിൽ ഹ്യൂമാനിറ്റി അവിടെ തീർച്ചയായിട്ടും ഉണ്ടാകും. നിങ്ങൾക്കറിയാവുന്നതുപോലെ വർത്തമാനകാലത്ത് കേരളം പോലെ ഏറ്റവും ആധുനികവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളുടെ പരിഹാരവും തേടിക്കൊണ്ടാണ് ഈ യാത്ര ഇന്നലെ കാസർഗോഡ് നിന്നും ആരംഭിച്ചത്. ഇത്തരമൊരു മുദ്രാവാക്യം എന്തുകൊണ്ട് ഉയർത്തി എന്ന ചോദ്യം നാം ഓരോ ആളും നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഈ യാത്രയുടെ ഉദ്ദേശം വളരെ വ്യക്തമാണ്. നമ്മുടെ നാട് പണ്ടത്തേതിൽ നിന്നും എങ്ങോട്ടോ പിന്മടങ്ങിയിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന കാര്യങ്ങൾ നടന്നിരിക്കുന്നത്. അതിനെ തിരിച്ചു പിടിക്കുക, ആ അവസ്ഥയെ മാറ്റി, ആ ദുരവസ്ഥയെ മാറ്റി മനുഷ്യത്വത്തെ വീണ്ടെടുക്കുക, മാനവിക തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പുറപ്പെട്ടിരിക്കുന്ന ഈ മഹായാത്രയ്ക്ക് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം നാം മനുഷ്യരാണ്. മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ധാരാളം നന്മകൾ, സവിശേഷതകൾ ഉള്ള ജീവിയാണ് മനുഷ്യൻ. വിശേഷബുദ്ധി, ചിന്താശക്തി, തിരിച്ചറിവ്, എല്ലാറ്റിലും ഉപരി മനുഷ്യനെ മനുഷ്യനാക്കുന്ന മാനവികത, മനുഷ്യത്വം, അത് ഉന്നതമായ നമ്മുടെ സവിശേഷതയാണ്. മറ്റ് ജീവികളിൽ നിന്ന് വ്യത്യസ്തമായി പ്രകൃതിയിലും രൂപഭാവത്തിലും സംസാരത്തിലും ആശയവിനിമയത്തിലും എല്ലാം മനുഷ്യന് പ്രത്യേകതയുണ്ട്. ധർമ്മവിളക്കു തെളിച്ചു വരുന്നൊരു സംഗമിതാ തിങ്കളിതാ, കർമ്മമുതിർത്തു കനൽപദമിൽ ജയവേറിയിടും സംഗമിതാ. ധർമ്മവിളക്കു തെളിച്ചു വരുന്നൊരു സംഗമിതാ തിങ്കളിതാ, കർമ്മമുതിർത്തു കനൽപദമിൽ ജയവേറിയിടും സംഗമിതാ. ഉന്നത ലക്ഷ്യത്തിൻ ശിഖരങ്ങളിലുമ്മത്തിൻ യശസേന്തി വസന്തത്തിൻ ഉഷസൊന്നുതിയായി ഹൃത്തിൽ, മുറിയാത്ത പ്രവാഹങ്ങളിൽ ശ്രുതിയുയരും സംഗമിതാ. ധർമ്മവിളക്കു തെളിച്ചു വരുന്നൊരു സംഗമിതാ തിങ്കളിതാ, കർമ്മമുതിർത്തു കനൽപദമിൽ ജയവേറിയിടും സംഗമിതാ. ധീരരാം ശ്രേഷ്ഠ സൂഫി വര്യരിൽ നിന്നു കയ്യേറ്റി ഈ ദീപം, ജീവനേകിയും കാത്തുവണയാതെ ശീതക്കാറ്റിലും ശരവേഗം. ധീരരാം ശ്രേഷ്ഠ സൂഫി വര്യരിൽ നിന്നു കയ്യേറ്റി ഈ ദീപം, ജീവനേകിയും കാത്തുവണയാതെ ശീതക്കാറ്റിലും ശരവേഗം. പ്രതിബന്ധത്തിൻ തിരമാലകളിൽ മുങ്ങിയതേയില്ല, പ്രതിരോധത്തിൻ ശൈലങ്ങൾ തടയിട്ടു ഫലിച്ചില്ല. ഈ സുന്നി ആദർശവ്യൂഹം തുടരുന്ന പടയോട്ടമൂനം, തട്ടാതെ ചീറും പ്രവാഹം സ്ഥൈര്യം വിടാ സർവകാലം. ധർമ്മവിളക്കു തെളിച്ചു വരുന്നൊരു ഇവിടെ മതവും വിശ്വാസവും ആപത്തല്ല. ഇവിടെ ഏത് മതത്തിൽപ്പെട്ടവരാണ് എന്നതും ഒരു പ്രശ്നമല്ല.
അന്യമതത്തെ സംഗീതം പോലെ അവന് കരുതാൻ കഴിയുന്ന സഹിഷ്ണുതയുണ്ടോ, അതാണ് തികഞ്ഞ ദൈവവിശ്വാസി, തികഞ്ഞ മതവിശ്വാസി എന്നാണ് ഓരോ മതപ്രവാചകന്മാരും മതഗ്രന്ഥങ്ങളും നമ്മെ പഠിപ്പിക്കുന്നത്. ഇവിടെ സുന്നി വിഭാഗത്തിൻ്റെ ഒരു പ്രത്യേകത യൗവനത്തിൻ്റെ പ്രസരിപ്പും വൃദ്ധത്വത്തിൻ്റെ വാർദ്ധക്യമല്ല അനുഭവ സമ്പത്തും. ഇത് രണ്ടും ഇടകലർന്ന അനുഭവ സമ്പത്തിൻ്റെ പര്യായമായ ഒരു സംഘടിത ശക്തിയാണ്. തീർച്ചയായും അത് നന്മയ്ക്ക് വേണ്ടി നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയണം. തിന്മയ്ക്കെതിരായി അതിൻ്റെ ഊർജം നമുക്ക് ഉപയോഗിക്കാൻ കഴിയണം. ഇന്ന് സമൂഹത്തിലെ തിന്മകൾക്കെതിരായി, അനീതിക്കെതിരായി, അധാർമികതക്കെതിരായി, അഴിമതിക്കെതിരായി, കൊള്ളരുതായ്മകൾക്കെതിരായി പൊരുതാനുള്ള മനസ്സാണ് എൻ്റെ യൗവനമെന്ന് ഏറ്റുവിളിക്കാൻ കഴിയുന്ന മാനവിക മൂല്യം ഈ ജാഥയിലൂടെ നിങ്ങൾക്ക് ഉയർത്താൻ കഴിയുമെങ്കിൽ അതായിരിക്കും ഈ നാട് നിങ്ങൾക്ക് നൽകുന്ന വരവേൽപ്പ്. ആ വരവേൽപ്പിനേക്കാൾ വലുതായി മറ്റൊന്നില്ല. മനസ്സിന്റെ നിശ്ചയദാർഢ്യമാണ് എല്ലാറ്റിനും അപ്പുറം. അതുകൊണ്ട് വൃദ്ധൻ ജാഥ നയിക്കുന്നുവോ, യുവാവ് ക്യാപ്റ്റൻ ആകുന്നുവോ എന്നതല്ല പ്രശ്നം. പിന്നെയോ മാനവികത എന്ന സന്ദേശം ഉയർത്തിപ്പിടിക്കുമ്പോൾ തലനരക്കാത്ത യൗവനത്തിന്റെ പ്രസരിപ്പോടെ തലനരക്കുക ഒരു വൃദ്ധത്തിന്റെ അനുഭവ കരുത്തോടെ, ഒപ്പം ദുഷ്പ്രഭുത്വത്തിനെതിരായി മുട്ടുമടക്കാത്ത ശീലത്തോടെ, അഴിമതിക്കെതിരായി, അധാർമികതക്കെതിരായി, അനീതിക്കെതിരായി, അസത്യത്തിനെതിരായി, ഒപ്പം വിശ്വാസത്തെ സംരക്ഷിക്കാൻ നമുക്ക് ഒരുമിക്കാം. ആ ഒരുമയാണ് മാനവികത എന്ന് ഞാൻ തിരിച്ചറിയുന്നു. നിങ്ങൾക്ക് നന്മ വരട്ടെ. കാന്തപുരം നയിക്കുന്ന കേരള യാത്ര ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരുകയാണ്. ഈ യാത്രയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളും സന്ദേശവും എന്താണെന്നൊരു മുഖവര നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അതിൻ്റെ പ്രചാരകന്മാരും പ്രയോക്തക്കാരുമായിട്ടുള്ള നിങ്ങൾക്ക് ആ സന്ദേശത്തിൻ്റെ ആന്തരികമായ ചൈതന്യവും അർത്ഥവുമൊക്കെ ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ ആകും എന്നതുകൊണ്ട് ഞാനതിനെക്കുറിച്ച് ഒരു വിഷയം നൽകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഈ യാത്രയിലൂടെ ഉന്നയിക്കപ്പെടുന്ന സന്ദേശം മാനവികത സന്ദേശമാണ്. മനുഷ്യസ്നേഹത്തിൻ്റെ, മാനവികതയുടെ ആ സന്ദേശം ഉയർത്തിപ്പിടിക്കേണ്ട ഒരു വർത്തമാനകാല സാഹചര്യത്തിലാണ് നാം നിൽക്കുന്നത്. നമ്മുടെ നാടിൻ്റെ ചരിത്രവുമായി ബന്ധമുള്ള ഇസ്ലാമിക ചരിത്രവുമായി ബന്ധമുണ്ട്. ആ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് മഹത്തായ മാനവിക സന്ദേശം ഉയർത്തിപ്പിടിക്കാൻ ഇത്തരമൊരു കേരള യാത്രക്ക് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട കാന്തപുരത്തെ ഞാൻ ആദ്യമായും അഭിവാദനം ചെയ്യുകയാണ്. നമ്മുടെ വർത്തമാനകാല സാഹചര്യങ്ങളിലെ സംഘർഷങ്ങളും സംഘാതങ്ങളും എല്ലാം തന്നെ നിങ്ങൾക്കറിയും. അത് ലോകവ്യാപകമായി നമ്മുടെ മഹാരാജ്യം ഉൾക്കൊള്ളുന്ന ലോകവ്യാപകമായി എല്ലാ രംഗങ്ങളിലും ഭാഗങ്ങളിൽ കാണാൻ കഴിയുന്നത് മനുഷ്യത്വത്തിനും മാനവികതയ്ക്കും എതിരെയുള്ള സംഘർഷങ്ങളാണ്, സാമ്രാജ്യത്വത്തിന്റെ അട്ടഹാസങ്ങളാണ്. ഉണർത്തുപാട്ടിൻ നീണവുമായി വരുന്നിതായി കാന്തപുരം, വിശുദ്ധ സൗഹൃദ ദൗത്യവുമായി വിടർന്നിടുന്നു ശാന്തസ്വരം. ഉണർത്തുപാട്ടിൻ നീണവുമായി വരുന്നിതായി കാന്തപുരം, വിശുദ്ധ സൗഹൃദ ദൗത്യവുമായി വിടർന്നിടുന്നു ശാന്തസ്വരം. അസുരതകൾ താണ്ഡവമാടും നഗര ഗ്രാമവീഥികളിൽ, അസുരതകൾ താണ്ഡവമാടും നഗര ഗ്രാമവീഥികളിൽ, മനമുണരും കവിതകളായി കാലമരുളിയ കനകവരം. പാനൂരിൽ എത്തിച്ചേർന്നിരിക്കുന്ന ആരാധനവും സ്നേഹനിധിയും സർവോപരി മാനുഷിക നന്മകളുടെ പര്യായവുമായിട്ടുള്ള
കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ പാനൂരിലെ ജനാവലിക്ക് വേണ്ടി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മനുഷ്യ മനസ്സുകൾ മാനവികതയിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് മനുഷ്യ മനസ്സുകൾ മാനവികതയെ സ്നേഹിക്കാൻ വെമ്പൽ കൊണ്ടുകൊണ്ട് സ്നേഹിക്കാൻ കഴിയാതെ വേദനിക്കുന്നൊരു കാലഘട്ടത്ത് ആ വേദനയെ അകറ്റാൻ ഒരു തലോടലിലൂടെ, ഒരു സ്പർശത്തിലൂടെ, വാക്കുകളിലൂടെ സാധിക്കാൻ ഇന്ന് കേരളത്തിന് നിയുക്തമായിരിക്കുന്നത് AP ഉസ്താദ് അവറുകളാണ്. പൊയിലൂർ യൂണിറ്റ് കമ്മിറ്റി മേഖലാ കമ്മിറ്റിക്ക് വേണ്ടി സ്പോൺസർ ചെയ്ത ആംബുലൻസിന്റെ താക്കോൽ ദാന കർമ്മം യൂണിറ്റ് കമ്മിറ്റി ഭാരവാഹികൾ മഹാനായ ഖബറുൽ ഉലമയെ ഏൽപ്പിക്കുന്നു. കാന്തപുരം മാനവമോചന കാവ്യം മനമിൽ സാന്ത്വനമന്ത്രം, മാനവമോചന കാവ്യം മനമിൽ സാന്ത്വനമന്ത്രം, ശാന്തി സുമംഗലുമായി കാന്തപുരം വരവായി മാനസഭൂമികയിൽ സ്നേഹതുഷാരമായി. ഊഷരഭൂമുകളുഴുതു മറിച്ചു തളിച്ചിടണം സലിലം, ദേശമിലുന്നയുറുത്തു നടുന്നിവർ മാനവ സ്നേഹഫലം. ഊഷരഭൂമുകളുഴുതു മറിച്ചു തളിച്ചിടണം സലിലം, ദേശമിലുന്നയുറുത്തു നടുന്നിവർ മാനവ സ്നേഹഫലം. കടുത്ത വിദ്വേഷത്തിൻ വിത്തുകൾ അടർത്തി മാറ്റിടണം, പഠിക്കുമാനവ സൗഹൃദ പൂവൻ പടർത്തുവാൻ ശപഥം. മനസ്സുള്ളിൽ മാനവികത പൂത്തുലയട്ടെ, അകമിൽ സഹജീവി സ്നേഹസമങ്ങൾ വിടരട്ടെ. കേരളയാത്ര സിന്ദാബാദ്, കേരളയാത്ര സിന്ദാബാദ്, കേരളയാത്ര സിന്ദാബാദ്, കേരളയാത്ര സിന്ദാബാദ്. ശാന്തി സുമംഗലുമായി കാന്തപുരം വരവായി മാനസഭൂമികയിൽ സ്നേഹതുഷാരമായി. തുരത്തിടും നാം അക്രമ ചെയ്തികൾ അറുത്തു മാറ്റിടണം, കറുത്ത കാമം കണ്ണുകൾ ദീപാങ്കുരങ്ങളാക്കിടണം. തുരത്തിടും നാം അക്രമ ചെയ്തികൾ അറുത്തു മാറ്റിടണം, കറുത്ത കാമം കണ്ണുകൾ ദീപാങ്കുരങ്ങളാക്കിടണം. ഒരു പുതിയ ഔഷധം പുരട്ടിടാൻ സ്നേഹം തിരുത്തണം, നാം വർഗീയ ചിന്തകൾ തുടച്ചു മാറ്റിടണം. മനസ്സുള്ളിൽ മാനവികത പൂത്തുലയട്ടെ, അകമിൽ സഹജീവി സ്നേഹസുമങ്ങൾ വിടരട്ടെ. കേരളയാത്ര, 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 കേരളയാത്ര. ശാന്തി സുമംഗലുമായി കാന്തപുരം വരവായി മാനസഭൂമികയിൽ സ്നേഹതുഷാരമായി. പാട്ടുമായി മനുഷ്യ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒരു പുതിയ സന്ദേശവുമായി സമൂഹത്തിലെ അനാചാരങ്ങൾക്കെതിരെ ഒരു പുതിയ മുദ്രാവാക്യവുമായി കാന്തപുരം ഉസ്താദ് നയിക്കുന്ന ഈ കേരളയാത്ര തീർച്ചയായും കേരളീയ മനസാക്ഷി ഉണർത്തുവാൻ ഏറ്റവും പര്യാപ്തമായ സന്ദേശമാണ് മുമ്പോട്ട് വെക്കുന്നത്. ഈ യാത്രയുടെ പ്രത്യേകത മനസ്സിലായില്ല, നിങ്ങൾ സ്റ്റേജ് നോക്കിയാൽ മനസ്സിലാവും. പോരടിക്കുന്ന ജയരാജനും ഞാനും ഒരുമിച്ച് ഒരു സ്റ്റേജിലെത്തിക്കാൻ ഉസ്താദിന് സാധിച്ചിരിക്കുന്നു എന്നതാണ് ഇതിന്റെ വിജയം. അപ്പോ മാനവികത ഉയർത്തുന്ന
ഉസ്താദിന്റെ ഈ കേരള യാത്രയുടെ വിജയം എങ്ങനെ എന്ന് സാധൂകരിക്കുന്നതാണ് മട്ടന്നൂരിലെ ഈ സ്വീകരണം എന്ന് ഞാൻ വിലയിരുത്തുകയാണ്. I am very much pleased to attend this program because thousands of people, the disciples of Guruji, are following from my constituency, Coorg and Mangalore. I learned, I went to ashram of our Ustadji. He is really a humane. ഇന്ത്യയെ പോലൊരു രാജ്യത്ത് വിവിധ മതങ്ങൾ ഉള്ള ഒരു രാജ്യത്ത് മാനവികത എന്ന് പറയുന്നത് എല്ലാവർക്കും അവനിൽ വിശ്വസിക്കുവാനും ആ വിശ്വാസം മറ്റൊരാളെ ഹനിക്കാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി എല്ലാവർക്കുമുള്ള അവകാശം, തുല്യമായ അവകാശം അത് സ്ഥാപിച്ചെടുക്കുക എന്നുള്ളതാണ്. ഇന്ത്യയിലെ ഒരു പ്രത്യേകത, ഇവിടെ വിവിധ മതങ്ങൾ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. AD 52 ക്രിസ്ത്യാനിറ്റി ഇന്ത്യയിൽ വന്നിട്ടുണ്ടെങ്കിൽ അതേ നൂറ്റാണ്ടിൽ തന്നെയാണ് ഇസ്ലാം മതവും ഇന്ത്യയിൽ വന്നിട്ടുള്ളത്. ഒരുപക്ഷെ ഇന്ന് ലോകത്ത് ഇത്രയധികം മതങ്ങൾ സാഹോദര്യത്തോട് ജീവിക്കുന്ന ഒരു രാജ്യം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല. നമ്മുടെ കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക രംഗത്ത് ഏറെ ശ്രദ്ധേയമായ ചലനം സൃഷ്ടിക്കുന്ന തരത്തിൽ ആദരണീയനായ കാന്തപുരം ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ പ്രദേശങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന കേരള യാത്ര മാനവികതയുടെ ഉണർത്തുപാട്ടായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് കേരള ജനത പൂർണ്ണമായി ഉൾക്കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഒരു നല്ല മാനവികത വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടം സംഘടിപ്പിക്കാനും മതേതരത്വം ഒരു നല്ല മുദ്രാവാക്യമായി ഉയർത്താനും കഴിയുന്ന രൂപത്തിലുള്ള പ്രവർത്തനത്തിന് നമുക്ക് ഉണർത്തുപാട്ടിൽ സഹകരിക്കാം. ഇത്രയും നല്ല ഒരു മുദ്രാവാക്യം ഇവിടുത്തെ മുസൽമാന് മാത്രമല്ല ഹൈന്ദവർക്കും ക്രൈസ്തവർക്കും ബുദ്ധനും ജൈനനും മതമുള്ളവർക്കും മതമില്ലാത്തവർക്കും എല്ലാം സ്വീകാര്യമായ, ബുദ്ധിയുള്ളവർക്കെല്ലാം സ്വീകാര്യമായ, അനിവാര്യമായ ഒരു പ്രമേയം വേറെ ഇല്ല എന്ന് തന്നെ പറയണം. കാരണം മനുഷ്യൻ മാത്രമാണ്
ബുദ്ധി നൽകപ്പെട്ട ചിന്ത